പഠിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയും കേട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും? പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെട്ടേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി ആരാന്നറിയാമോ? ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരം ഇന്ന് നൽകുന്നത് ആരാണ്? ഗുരുവായൂരിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് SK പൊറ്റക്കാട്. വർഷമാണെങ്കിൽ 1980. 1980. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. വർഷം 1984. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. സമഗ്ര സംഭാവന ഓർത്തുവെച്ചോ. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന നാലാമത്തെ മലയാളിയാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിനും സമഗ്ര സംഭാവനയ്ക്കാണ് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ മലയാളി ONV കുറുപ്പാണ്. അദ്ദേഹത്തിന് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം 2007 ലഭിക്കുന്നത്. അദ്ദേഹത്തിനും എന്ത് തന്നെയാണ്? സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ പറയുകയാണെങ്കിൽ ജി ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞു ഡോക്ടർ KJ യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഡോക്ടർ KJ യേശുദാസിനെ ആദ്യമായി ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജി ശങ്കരക്കുറുപ്പ്.